ഹലോ കൂട്ടുകാരെ, നമുക്കൊരു കല്യാണത്തിന് പോവാം. എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ, അത് കൂടാൻ വേണ്ടി പോവാണേ. അപ്പോൾ അത് ഒരുങ്ങി ഓരോരുത്തരെ വരുവാണ്. നമ്മുടെ എൻ്റെ അനിയത്തി കേട്ടോ വരുന്നത്. അവളുടെ പേര് ധന്യമോൾ എന്നാണ്. അവൾക്കാണ് ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അവൾ ഓട്ടം. ഇതിപ്പോൾ പുള്ളി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പിന്നെ അനന്തു അത് അപ്പാപ്പി കേട്ടോ നിന്ന്, ഇത് അച്ഛൻ്റെ അനിയ. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറാൻ പോകാൻ നേരത്ത് ദേൻ്റെ അവളെ എൻ്റെ കയ്യാലയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയെ കണ്ടു, മീനു രേഷ്മ. അവൾക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ കേട്ടോ. പിന്നെ ഇത് അമ്മയാണ്. പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചേട്ടനും വൈഫ് കുഞ്ഞ്. യൂട്യൂബിൽ ആണോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ പൊന്നു മക്കളാട്ടോ, എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെയും മൂത്ത ആങ്ങളയുടെ, പിന്നെ എൻ്റെ ഉണ്ട് ഇടക്കോട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാം വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി കയറി അവൾ ചെന്ന് ഇറങ്ങി കേട്ടോ. എന്നാണ് പത്തനാപുരത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോണിലൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുക. ഇവരെന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിലിടല്ലേ എന്നും പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത് എവറെ കേട്ടോ കല്യാണം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സദ്യയായിരുന്നു കേട്ടോ. സദ്യയായിരുന്നു, നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആന വളർത്തൽ കേന്ദ്രം ഉണ്ടല്ലോ കോന്നിയിൽ, അവിടെ ഇറങ്ങി കേട്ടോ. നല്ലതായിരുന്നു. അവിടെ തന്നെ ആ തുടക്കത്തിൽ തന്നെ പാർക്കായിരുന്നു. പാർക്കിനകത്തൊക്കെ പോയി. പിന്നെ എലിഫൻ്റ് മ്യൂസിയം ഉണ്ടായിരുന്നു. ആനയുടെ എല്ലാം ഓരോരോ പാർട്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേൻ്റെ ചില ആനകളൊക്കെ ഐലൻ്റൊക്കെ ആയിരുന്നു. പിന്നെ ദേൻ്റെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. പാർക്കും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഊഞ്ഞാൽ ഞാനും ധന്യമോളും ചേട്ടായും അവനുമൊക്കെ ഊഞ്ഞാലേ ആടിയുള്ളൂ. പിന്നെ പാർക്ക് പിള്ളേർക്ക് അങ്ങ് ഭയങ്കര ഒരു ഇതായിരുന്നു, ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിള്ളേരെല്ലാം എൻ്റെ അവിടെ നിന്ന് കയറി വരത്തില്ലായിരുന്നു പാർക്കിൽ നിന്ന്. അതുപോലെ ഒരു അറമാദിച്ചൊരു ദിവസമായിരുന്നു പിള്ളേർ. പിന്നെ ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് എല്ലാവരും കൂടി പുറത്ത് പോകുന്നത് വല്ലപ്പോഴും അല്ലേ ഇതുപോലെ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ കുടുംബസമേതം നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ദിവസം കണ്ടെത്തിയൊന്നും അങ്ങനെയൊന്നും പോകാൻ ഞങ്ങൾ നോക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട്